ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ മഴത്തോരും മുമ്പയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ, അതായത് നാളത്തെ സ്റ്റോറിയാണ് പറഞ്ഞല്ലോ. അതിൽ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും അതുപോലെ മുത്തശ്ശിയെ ഇവിടെ നിന്ന് കടപ്പാട്ടൂരിൽ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് മാറ്റാനൊക്കെ വൈജ ശ്രമിക്കുമ്പോൾ വൈജയ്ക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിലേക്ക് പോവാം. മുത്തശ്ശിയോട് വൈജയന്തിയുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അലീന. എന്തൊക്കെയോ സംശയങ്ങൾ ബാലചന്ദ്രൻ സാറിനുണ്ട് മാഡത്തെക്കുറിച്ച്, അതൊക്കെയാണ് എന്ന് പറയുകയാണ് അലീന. അവിടെ ഗംഗാധരൻ സാറ് പറയുന്നത് കേട്ടു, പഴയ കാര്യങ്ങളൊക്കെ മക്കൾ അറിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളടുത്തൊക്കെ പറയുമെന്ന് പറയുന്നതൊക്കെ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുകയാണ്. എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ അതൊക്കെയാണെന്ന് തോന്നുന്നു മനസ്സിൽ, മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ, എന്നോടൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ആ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ അതിഭീകരമായിരിക്കുമെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ മാഡത്തിൻ്റെ ജീവിതത്തിൽ മാഡത്തെ സാറ് വെറുക്കാൻ മാത്രം അത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പം മുത്തശ്ശി ഒന്നും പറയാനാവാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്ത് പറയണമെന്നറിയാതെ നിൽക്കണം. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ മുത്തശ്ശി, എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒരു പക്ഷേ അതായിരിക്കാം എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആട്ടോ. വൈജയന്തി ആണെങ്കിൽ അന്ന് രാത്രിയിൽ ഫോൺ ചെയ്യുകയാണ് നമ്മുടെ കമലയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കമലയോട് പറയുന്നുണ്ട്, കമല ചോദിക്കുന്നുണ്ട് എന്തായി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ, ഗംഗാധരേട്ടനും മാലതിയടുത്തേക്ക് തിരിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുമ്പം അവരൊക്കെ പോയി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനായിട്ടൊന്നും വൈജയന്തി പറയുന്നില്ല, കാരണം തല്ലിയ കാര്യമൊന്നും പറയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ ആഗ്രയിലെ കാര്യങ്ങളൊക്കെ കമലയ്ക്ക് അറിയത്തില്ല, ആഗ്രയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും കമലയ്ക്ക് അറിയത്തില്ല കേട്ടോ. കമലയെ അറിയിക്കാതെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. കാരണം കമല അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകം മൊത്തം പരക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കമലയെ അറിയിച്ചിട്ടില്ല. കമലയെ അറിയിക്കാതെയാണ് ആഗ്രയിൽ നിന്ന് നേരെ അവിടെ തിരുവനന്തപുരത്തേക്ക് വൈജയെ കൊണ്ടുപോയതും അവിടെ വെച്ചിട്ട് ഡെലിവറി നടന്നതൊക്കെ കമല അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സംഭവങ്ങളൊക്കെ ഉണ്ടായി, ബാലചന്ദ്രൻ ഇപ്പോൾ അടുപ്പിക്കുന്നേ ഇല്ല, എന്നോട് എന്തോ ഒരു വാശി കാണിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്തായിരിക്കാം അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല കമലേട്ടത്തി ഞാൻ എന്താ ചെയ്തതെന്ന്, എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഗംഗേട്ടനാണെങ്കിലും മാലതിയേട്ടത്തി ആണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ മക്കൾ വരെ എന്നെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ് വൈജ കമലയോട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, സാരമില്ല വൈജ, നീ ഒരു കാര്യം ചെയ്യ്, എന്താണെങ്കിലും അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക്, ഇനി അവൾ അവിടെ വെച്ച് നിർത്തണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞയക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ഇനിയിപ്പോൾ അമ്മയെ നോക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതല്ലേ, ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അമ്മ ഇവിടെ കിടന്ന് സുഖിക്കുകയല്ലേ, സുഖവാസത്തിലല്ലേ അമ്മ, അമ്മയുടെ സുഖവാസം ഞാൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാൻ പോവാണ്, അമ്മ അത്രയും സുഖിച്ചാൽ മതി, അമ്മ ഇനി കൊല്ലപ്പള്ളിയിൽ നിൽക്കട്ടെ, അമ്മ സാധാരണ മക്കളുടെ അടുത്ത് ആൺമക്കളുടെ അടുത്തല്ലേ അമ്മമാർ നിൽക്കേണ്ടത്, അപ്പോൾ ഇനി കൊല്ലപ്പള്ളിയിൽ തറവാട് വീട് അതാണല്ലോ, അപ്പോൾ അമ്മ അവിടെ നിൽക്കട്ടെ, കൊല്ലപ്പള്ളിയിൽ നിൽക്കട്ടെ, അമ്മയുടെ സുഖവാസമൊക്കെ ഞാൻ നിർത്താൻ പോവാണ്, അമ്മ ഇനി അവിടെ നിൽക്കട്ടെ, അപ്പോൾ അമ്മയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് എനിക്ക് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമല്ലോ എന്ന് പറയാണ് വൈജ. അത് കേട്ടതും കമല ആകെ ഷോക്കാവുന്നുണ്ട്. മുത്തശ്ശിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം കമലയ്ക്ക് ചിന്തിക്കാനേ വയ്യ. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമല ആകെ പെട്ടുപോകും, മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അത് വൈജ അതിനിപ്പോൾ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുണ്ടോ അവളെ പറഞ്ഞയക്കാനായിട്ട്, അപ്പോൾ അല്ലാതെ തന്നെ അവളെ പറഞ്ഞയക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ അതെന്താ കമലയെടുത്തി അങ്ങനെ പറയണത്, അമ്മ അവിടെയല്ലേ നിൽക്കേണ്ടത്, ആൺമക്കളുടെ അടുത്തല്ലേ അമ്മമാർ നിൽക്കേണ്ടത്, പിന്നെ ഇവിടെ കൊണ്ടുവന്നത് കമലയെടുത്തിയുടെ തന്നെ കുഴപ്പം കൊണ്ടാണെന്ന് കമലയെടുത്തിക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ എൻ്റെ വൈജ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല, ഇവിടെ നിൽക്കാനൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അത് കമലേട്ടത്തിയുടെ കുഴപ്പമല്ലേ, ഏട്ടത്തിയല്ലേ അമ്മയെ നോക്കേണ്ടത്, അല്ലാതെ ഇത്രയും നാളും ബാലചന്ദ്രനല്ലേ ഇവിടെയല്ലേ ഞാനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മയെ, ഇനി കുറച്ച് നാൾ ഏട്ടത്തി നോക്കുക, അപ്പോഴേക്ക് കുറച്ച്
കുറച്ച് ദിവസത്തേക്ക് മതി, ആ പേരും പറഞ്ഞ് അലീനയെ എനിക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നോളാം. നാളെ തന്നെ ഞാൻ അലീനയെ പറഞ്ഞയച്ചിട്ട് വേറൊരു ഹോം നേഴ്സിനെ വെക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയാണ് കമലയോട് വൈജ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് ആകെ വെപ്രാളാവുന്നുണ്ട്. കാരണം കമല പെട്ടുപോവുകയാണ്. ഇനി മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കുറച്ച് നാൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിലോ, ബാലചന്ദ്രനോടുള്ള വാശിക്ക് വേലക്കാരികളും വേണ്ട, ഹോം നേഴ്സും വേണ്ട, ഇനിയിപ്പോൾ അങ്ങനെയായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ നോക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് കമലയ്ക്ക് വരുന്നത്. അപ്പോൾ കമൽ അതിനെ കുറേ മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈജ പറയുന്നത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അമ്മ ഇനി ഇവിടെ നിൽക്കുന്നില്ല, അമ്മയെ ഞാൻ കൊല്ലപ്പള്ളിയിൽ എന്നെ കൊണ്ടുവന്ന് വിടാൻ പോവുകയാണ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ കമല ആകെ പെട്ട ഒരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, എങ്ങനെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനിലാണ് കമല. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അലീന സ്വാഭാവികമായിട്ട് പതിവ് പോലെ കിച്ചണിലൊക്കെ കയറി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കും. മുത്തശ്ശിക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റ് കൂടിയാണല്ലോ, അപ്പോൾ അയാൾക്കും അതുപോലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ അയാൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് അലീന മുകളിലേക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്രൻ കുറേ പേപ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, രേഖകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അലീന ഭക്ഷണം കൊടുക്കുകയാണ് ബാലചന്ദ്രന്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗോവർദ്ധനൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാനായിട്ട് വരികയാണ്. കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ വരുന്നത്. അങ്ങനെ ഗോവർദ്ധനൻ വന്നിട്ട് മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വൈജയന്തിയെ കാണുന്നത്. അപ്പോൾ വൈജയന്തിയെ കാണുമ്പോൾ ആ ചേച്ചി എന്ന് വിളിച്ചിട്ട് ബാലേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുകളിലാണ് എന്ന് പറയാണ്. ഞാനൊന്ന് പോയി കാണട്ടെ, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് സൈൻ ചെയ്യിക്കാനുണ്ടായിരുന്നു, ബില്ലും കാര്യങ്ങളൊക്കെ, അപ്പോൾ ചെക്ക് സൈൻ ചെയ്യാനും ഒക്കെ ഉണ്ട്, അത് കൊണ്ടുവന്നതാണ് എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഹോം നേഴ്സിനെ ഉടനെ വേണം എന്ന് പറയാണ് ഗോവർദ്ധനോട് വൈജയന്തി കേട്ടോ. അപ്പോൾ അതെന്താ ചേച്ചി, ഇവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ എന്ന് പറയുമ്പം ആ ഹോം നേഴ്സിനെ ഞാൻ പറഞ്ഞയക്കാൻ പോവാണ്. ഇനി വേറെ എനിക്ക് ഹോം നേഴ്സിനെ വേണം, അവളെ ഞാൻ ഇന്നും അല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ അലീനയെ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ ചേച്ചി എന്ന് പറയണം. അതെന്താ പറ്റാത്തത്, അലീനയെ പറഞ്ഞയച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, അല്ല അലീനയല്ലേ ബാലേട്ടൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചേക്കുന്നത് എന്ന് പറയണം. അത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഷോക്കായി പോകട്ടോ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അതെ ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അലീനയെ നിയമിച്ചേക്കുന്നത്, നമ്മുടെ കമ്പനിയിൽ നിയമിച്ചേക്കുകയാണ്, ഷോപ്പിൽ നിയമിച്ചേക്കുകയാണ് എന്ന് പറയാട്ടോ. അതിൻ്റെ കാര്യങ്ങളും ബാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ നിയമിച്ചേക്കുകയാണെന്ന് പറയണം. അത് കേട്ടതും ആകെ ഷോക്കായി പോവുകയാണ് വൈജയന്തി. ആരോട് ചോദിച്ചിട്ടാണ് ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തത്, അതൊന്നും ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ബാലേട്ടൻ ആരോടാണ് ചോദിക്കേണ്ടത്, ബാലേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചു, അതിനിപ്പോൾ ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, ഗോവർദ്ധന എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയണം. ഞാൻ ഏതായാലും ഈ ബില്ലൊക്കെ ഒന്ന് കൊണ്ടുപോയി ബാലേട്ടനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഗോവർദ്ധനൻ. എന്താണെന്നുള്ളത് മനസ്സിലാവാതെ ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വൈജയന്തി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അലീനയും ബാലചന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഗോവർദ്ധനൻ ഞാൻ അകത്തോട്ട് വന്നോട്ടെ ബാലേട്ടാൻ ചോദിക്കുമ്പോൾ, നീ ഇങ്ങോട്ട് കയറിപ്പോരു ഗോവർദ്ധന എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു ബാലേട്ട എന്ന് പറയുമ്പോൾ ആ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കുകയാണ്. അതൊക്കെ വാങ്ങിക്കുന്ന സമയത്താണ് ഗോവർദ്ധനനോട് ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അലീന എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, ഞാൻ നിന്നോട് മാത്രമാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ അലീനയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ശരി, പുറത്ത് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഞാൻ ചുമതലപ്പെടുത്തിയേക്കുന്നത് അലീനയാണ്, അലീന ഒരു മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനൻ ആ പേപ്പറൊക്കെ സൈൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനൻ ഇറങ്ങി വരുന്ന സമയത്ത്
വൈജ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ബാലചന്ദ്രൻ എന്താ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചി ബാലേട്ടന് ഒരാളുടെ സഹായം വേണം, അപ്പോൾ ഒരു സഹായത്തിന് ഒരാൾ വെച്ചു, അതാണ് കാര്യം എന്ന് പറയണം. നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ചേച്ചി, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോൾ ബാലേട്ടന് കുറച്ച് സ്വസ്ഥതയും സമാധാനമാണ് ആവശ്യം. അപ്പോൾ തൽക്കാലം കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഉണ്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ആലോചിക്കാം എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നീ ചെല്ല്, എനിക്കറിയാം എന്താ വേണ്ടത് എന്ന് പറയാണ് വൈജ. അതേസമയം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ ഒരുപാടൊന്നും ആലോചിച്ച് കൂട്ടണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയായിട്ട് നോക്കുക, അമ്മയുടെ കാര്യങ്ങളും നോക്കുക, വീട്ടിലെ ജോലികൾ ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞാലും നീ വീട്ടു ജോലികളൊക്കെ ചെയ്യും എന്നുള്ളത് എനിക്കറിയാം, അതൊക്കെ നിൻ്റെ ഇഷ്ടം. പക്ഷെ ഒരു വീട്ടുജോലിക്കാരി എന്നുള്ള ഒരു ലേബൽ എന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിലെ ജോലി സ്വന്തം വീട്ടിലാണുമ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ, അപ്പോൾ അതുപോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ അതിശയിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ സ്വന്തം വീട് എന്ന് പറഞ്ഞത് കൊണ്ടാണോ, ഇത് നിൻ്റെ സ്വന്തം വീടായിട്ടല്ലേ നീ കാണുന്നത്, എന്നെ അച്ഛനും വൈജയും അമ്മയുമായിട്ടല്ലേ നീ കാണുന്നത്, അപ്പോൾ ഇത് നിൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ എന്ന് പറയണം. അപ്പോൾ അലീന തലയാട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്ത് ഭൂകമ്പം താഴെ ഉണ്ടായിക്കഴിഞ്ഞാലും എൻ്റെ അനുവാദം കൂടാതെ ഞാൻ പറയാതെ നീ ഇവിടെ നിന്നും പോവരുത്, ഒരിക്കലും പോവരുത് എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ അലീന തലയാട്ടിക്കൊണ്ട് എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ വൈജ നിൽക്കുന്നുണ്ടാവും കേട്ടോ. വൈജ നിൽക്കുമ്പോൾ അലീന ഇറങ്ങി വരുന്നത് നോക്കിയാണ് വൈജ നിൽക്കുന്നത്. വൈജ അങ്ങനെ ബാങ്കിലേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടാണ് വൈജ നിൽക്കുന്നത്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം നിനക്ക് എന്തായിരുന്നടി അവിടെ പണിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാൻ പോയതല്ലേ സാറിന് എന്ന് പറയാണ്. അല്ല, നിന്നോടല്ലേ ഇവിടെ നിന്ന് ഇന്ന് പൊക്കോളണം എന്ന് പറഞ്ഞത്, എന്നിട്ട് എന്താ നീ പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനി മാഡം പറഞ്ഞാൽ പറ്റില്ല, സാറ് തന്നെ പറയണം, എന്നാലേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയണം. സാറ് പറഞ്ഞാൽ മാത്രമേ നീ ഇവിടെ നിന്ന് പോവത്തുള്ളൂ എന്ന് ചോദിക്കണം. അതെ, സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് എന്നെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയേക്കുന്നത്, അതുകൊണ്ട് എനിക്കിനി ആ ജോലി വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇനി മാഡത്തിന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ സാറിനെ കൊണ്ട് പറയിപ്പിക്കാം, സാറ് പറയട്ടെ, എന്നാൽ ഞാൻ പോവാം, അല്ലെങ്കിൽ ഇത് അതിനേക്കാളും വലിയ കുഴപ്പത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശരിയാക്കി തരാടി, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വൈജ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ ആ പാത്രങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് ആ സമയത്ത് ബബിതയും കൃഷ്ണയും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കണേ കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പോകുന്നുണ്ട് ചേച്ചി, ഞങ്ങളൊന്ന് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്ന് പറയണം. എന്നെ പറഞ്ഞേക്കുന്ന കാര്യത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചിയെ പറഞ്ഞേക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ പ്രശ്നം സോൾവ് ആവുകയാണെങ്കിൽ കൊണ്ട് സോൾവ് ആവട്ടെ എന്ന് കരുതി എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ചെന്ന് സംസാരിക്കുക എന്ന് പറയാണ് അലീന അവരോട് കേട്ടോ. അങ്ങനെ എന്നിട്ട് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് അലീന പറയുന്നുണ്ട്, എന്നോട് മാഡം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് പോയി, ആരോടോ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ചാടിത്തുള്ളി പുറത്തേക്ക് പോയി എന്ന് പറയാണ്. അതെന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ആ കാര്യമെന്നൊന്നും എനിക്കറിയില്ല മുത്തശ്ശി, ഞാൻ പോയി വന്നിട്ട് നിന്നെ ശരിയാക്കി തരാം, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശിയും ആകെ അമ്പരന്ന് പോകുന്നുണ്ട്, എന്തായിരിക്കാം കാരണം എന്നിങ്ങനെ അറിയാഞ്ഞിട്ട്. അവളുടെ സ്വഭാവം ഇനി മാറാനൊന്നും പോകുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും അവൾ അനുസരിക്കാനും പോകുന്നില്ല എന്ന് പറയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും ബബിതയും രോഹിത്തും കൂടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാട്ടോ. അവരിങ്ങനെ മടിച്ചിങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്തും എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ അകത്തേക്ക് കയറുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛാ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബബിതയും രോഹിത്തും കൂടി അകത്തേക്ക് കയറുകയാണ്. പക്ഷേ രോഹിത്ത് വല്ലാണ്ട് ബാലചന്ദ്രനെ ഫേസ് ചെയ്യുന്നില്ല കേട്ടോ. ബാലചന്ദ്രനെ ഫേസ് കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കല്ല ഞങ്ങൾ 3 പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ്, അച്ഛനോട് അത് പറയാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ തീരുമാനമൊക്കെ എടുക്കാൻ വളർന്നോ, എന്താണ് തീരുമാനം കേൾക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് ഇവിടെ ആദ്യമൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴാണ് തുടങ്ങിയത് എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബബിതയോട്. അത്
അച്ഛാ, അലീന വന്നത് മുതലല്ലേ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അമ്മയ്ക്ക് എന്താണെങ്കിലും അലീനയെ ഇഷ്ടമല്ല. പിന്നെ അലീനയെ ഇവിടെ നിർത്തുന്നതിൻ്റെ കാര്യം എന്താണ്? അലീനയെ നമുക്ക് പറഞ്ഞയച്ചാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയും പറയുന്നുണ്ട്, അലീന ചേച്ചിയെ പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല അച്ഛാ. ചേച്ചി ഇവിടെ ഉള്ളത് ഭയങ്കര ചേച്ചി അത്ര മോശക്കാരിയായിട്ടൊന്നുമല്ല, ചേച്ചി നല്ലതാണ്. പക്ഷേ അമ്മയുടെ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുകയും അച്ഛൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പോയാൽ ഈ വീട് നമ്മുടെ പഴയതുപോലെയുള്ള വീടായി മാറുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണയും. അപ്പോൾ രോഹിത് അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആരാ നിങ്ങളോട് പറഞ്ഞത് അലീനയാണ് ഈ വീട്ടിലെ പ്രശ്നമെന്ന്? അലീന വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞോ? നിങ്ങളുടെ അമ്മാവനും അമ്മായിയൊക്കെ വന്നില്ലേ, അവരാരെങ്കിലും പറഞ്ഞോ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അലീന വന്നതിന് ശേഷമാണെന്ന്? നിങ്ങൾക്ക് മാത്രമല്ലേ അങ്ങനെ തോന്നുന്നുള്ളൂ? നിങ്ങളുടെ അമ്മയ്ക്കും മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ അമ്മ മാത്രമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. അലീനയല്ല പ്രശ്നം, നിങ്ങളുടെ അമ്മയാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ. അലീന ഈ വീട്ടിൽ വന്നതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അലീന ഈ വീട്ടിൽ വന്നതുകൊണ്ട് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി, അത്രമാത്രം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതല്ല അച്ഛാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ വീട്. എപ്പോഴും അമ്മയല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും പറയും ഒക്കെ ചെയ്യുന്നത്. അതെ, പണ്ട് അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അനുസരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ അത് അനുസരിച്ചിരുന്നു. ഇനി നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഞാനാണ് ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അതിന് താല്പര്യമുള്ളവർ ഇവിടെ നിന്നാൽ മതി എന്ന് തന്നെ തർപ്പിച്ച് പറയണേ. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മ പറയുന്നത് ഒന്ന് കേട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ബബിത. ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ബബിതയോട് ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ. അമ്മ പറയുന്നത് ഞാൻ കേൾക്കണമെന്നോ? ഇത്രയും നാൾ നിങ്ങളുടെ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു മരപ്പാവയെ പോലെ, ഒരു വാഴയെ പോലെ ഞാൻ ജീവിച്ചത്. ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പറയുന്നതാണ് വേദവാക്യമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, നിങ്ങൾ എന്നോട് സംസാരിക്കാനും വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടണം. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? തൽക്കാലം അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു തരം വാശി കാണിക്കുകയാണ് എന്ന് പറയട്ടോ. അതുവരെ മിണ്ടാതിരുന്ന രോഹിത്, അതേടാ ഞാൻ വാശി കാണിക്കുകയാണ്, നീയൊക്കെ ചെയ്ത തെമ്മാടിത്തരത്തിനുള്ള പകരം വീട്ടിലാണെന്നാണ്ട് കരുതിക്കോ എന്ന് പറയണം. അതോടുകൂടിയിട്ട് രോഹിത്തിൻ്റെ വായടഞ്ഞു പോവാണ്. അങ്ങനെ അവിടെ നിന്ന് കൃഷ്ണ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വാ ചേച്ചി വാ പോവാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് കൃഷ്ണ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ റെസ്റ്റ് എടുക്കുക, അച്ഛൻ ടെൻഷൻ ആവല്ലേ, ഇതൊന്നും കേട്ട് ടെൻഷൻ ആവല്ലേ എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി ആണെങ്കിൽ ബാങ്കിൽ വൈജയന്തിക്ക് തൻ്റെ ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ് വൈജയന്തിക്ക് ബാലചന്ദ്രൻ വീട്ടിൽ ഫുൾ ടൈം ഉണ്ട്, അലീനയും വീട്ടിൽ ഫുൾ ടൈം ഉണ്ട്, അമ്മയാണെങ്കിൽ കിടപ്പിലാണ്. അപ്പോൾ വൈജയന്തിയുടെ ചിന്ത ഫുള്ള് പോണത് നെഗറ്റീവായിട്ടാണ്. അപ്പോൾ അതൊക്കെ കൂടി ചിന്തിച്ചപ്പോൾ വൈജയന്തിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. ഇനി വീട്ടിൽ ആരുമില്ല, എന്തിനും ഏതിനും സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ചിന്ത, അലീനയും ബാലചന്ദ്രനെയും വെച്ചിട്ട് ഒരു നെഗറ്റീവ് ചിന്തയാണ് വൈജയന്തിയുടെ മനസ്സിലൂടെ പോകുന്നത്. വൈജയന്തി എന്നിട്ട് ലീവ് എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. വീട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ വൈജയന്തി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയെ ഞെട്ടിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. മിക്കവാറും വൈജയന്തി കാണാൻ പോകുന്ന കാഴ്ച വേറൊന്നും ഉണ്ടാവില്ല. ബാലചന്ദ്രൻ അലീനയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നതും, സ്വന്തം മോളെ പോലെയാണല്ലോ ബാലചന്ദ്രൻ കാണുന്നത്. വൈജയുടെ മകൾ എന്ന് പറയുമ്പോൾ അയാൾ സ്വന്തം മോളെ പോലെയാണ്, വൈജയുടെ മകളായിട്ടല്ല ബാലചന്ദ്രൻ്റെ മകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കുകയും അവളോട് എന്തെങ്കിലും കുശലം പറഞ്ഞിരിക്കുകയും നേരെ ചേർത്ത് പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴാണ് വൈജയ്ക്ക് വീണ്ടും ഹാലിളകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരു ഭദ്രകാളിയെ പോലെ അവരുടെ നേരെ ചീറിപ്പാഞ്ഞ് വരികയും ഒച്ചയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈജ. ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വൈജയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ പ്രൊമോ കണ്ടിട്ട് നമ്മൾ സ്റ്റോറി പറയുന്നതാണ്. ഇതിൽ കുറേ രംഗങ്ങൾ നമ്മൾ ഇമാജിനേഷനിലൂടെ പറഞ്ഞതാണ്. കഴിഞ്ഞ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ
പറഞ്ഞതാണ്. അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സീനുകളും ഇല്ലാതിരിക്കാം. എന്നാലും ഇന്ന് കണ്ട എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടും നാളത്തെ പ്രൊമോനെ ബേസ് ചെയ്തിട്ടും കൂടി പറഞ്ഞൊരു സ്റ്റോറിയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.